താരസംഘടന സാധാരണക്കാരുടെ ഒരു കാര്യമേ അല്ലല്ലോ. അങ്ങനെയല്ല മാധവ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പക്ഷെ സംഘടന ഇപ്പോഴത്തെ ഒരു പോക്കുകളെ ചോദിക്കുകയാണ്. വേറൊന്നുമില്ല, കാരണം അതിനെ നയിക്കാൻ ഒരാളില്ലാത്തൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ആ സ്നേഹം കണ്ട കാരണം ശ്വേതാമേനോൻ പിന്നെ ഇതിന്റെ തലപ്പത്ത് വരും, പിന്നെ ഇതിന്റെ തലപ്പത്ത് വരും. സിമ്പിൾ. പതുക്കെ പറ. എന്തിനു പതുക്കെ കേൾക്കണം? നിങ്ങൾക്ക് സംഘടനയില്ലേ? നിങ്ങളുടെ സംഘടനയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും? തീർച്ചയായിട്ടും പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ഇപ്പൊ കാണാമല്ലോ, ഷർട്ടിൽ പിടിച്ച് വലിക്കുന്നു, ഇടിക്കുന്നു ഒക്കെ ചെയ്യുന്നില്ലേ വില്ലന്മാരെ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് എടുത്ത് ഇത് വൈകിട്ട് ഒരു ചർച്ചയ്ക്കൊക്കെ വെക്കേണ്ട കാര്യമുണ്ടോന്ന് എനിക്കറിയില്ല. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. സി വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെ? അല്ലല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ പ്രോബ്ലം എന്ന് എനിക്ക് പറഞ്ഞു തരും. പ്രഭാകരനോടൊരു കാര്യം പറയാം, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ നോക്കരുത്. അമ്മയുടെ സംഘടനയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? തലവേദന ഉണ്ടോ? അതാണല്ലോ എനിക്ക് മനസ്സിലാവേണ്ടത്. എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ചോ അല്ലെ ആ സംഘടനയെക്കുറിച്ചോ നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും അറിയാതെ ഒരു ഭാഗം എടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ചെയ്യാൻ താല്പര്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത സബ്ജക്ട് ഞാൻ എന്തിനാ പറയുന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. ഞങ്ങൾ തിരിച്ച് മോഹൻലാലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തലപ്പത്തേക്ക് പ്രതീക്ഷിക്കേണ്ടെന്നാണോ പറയുന്നത്? സാറ് ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഒരു മുറവിളി നിങ്ങൾ ഇത് പ്രതീക്ഷിക്കാൻ നിങ്ങൾ ആരാ? കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയലോ. പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. എന്ത് ഇത് വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പോസ്റ്റാണോ ഇത്? മനുഷ്യന് മനസ്സമാനോ വലുത്. ദേവി ഇത് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.